2019 നവംബർ 9 രാജ്യം വർഷങ്ങളായി കാത്തിരുന്ന ഒരു സുപ്രധാന വിധി സുപ്രീം കോടതി അന്ന് പുറപ്പെടുവിച്ചു. പ്രതീക്ഷിച്ചതുപോലെയെങ്കിലും നിരാശ ബാക്കി വെച്ച ആ വിധി അയോധ്യ വിഷയവുമായി ബന്ധപ്പെട്ടതായിരുന്നു. രണ്ട് കാര്യങ്ങളായിരുന്നു ആ വിധിയിൽ ഏറ്റവും പ്രാധാന്യത്തോടെ രാജ്യം നോക്കിക്കണ്ടത്. ഒന്ന്, ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട ഭൂമിയിൽ രാമക്ഷേത്രം പണിയാം. രണ്ട്, മസ്ജിദ് പണിയാൻ അയോധ്യയിൽ തന്നെ 5 ഏക്കർ ഭൂമി മുസ്ലിം വിഭാഗത്തിന് പള്ളി നിർമ്മിക്കുന്നതിനായി വിട്ടു നൽകണം. ഒന്നാമത്തെ കാര്യം തകൃതിയായി നടന്നു. വിധി വന്ന് 5 വർഷത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ തന്നെ രാമക്ഷേത്രത്തിൽ ആദ്യ പ്രാണപ്രതിഷ്ഠ നടത്തി. എന്നാൽ മസ്ജിദ് മാത്രം അപ്പോഴും ഉയർന്നില്ല. കോടതി വിധിച്ച ആ മസ്ജിദിന്റെ നിലവിലെ അവസ്ഥ എന്താണ് പരിശോധിക്കാം. അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന രഞ്ജൻ ഗൊഗോയുടെ നേതൃത്വത്തിൽ ജസ്റ്റിസ് എസ് എ ബോബ്ഡെ, DY ചന്ദ്രചൂഡ്, അശോക് ഭൂഷൺ, എസ് അബ്ദുൽ നസീർ എന്നിവരടങ്ങിയ ബെഞ്ചായിരുന്നു സുപ്രധാനമായ ആ വിധി പ്രഖ്യാപിച്ചത്. ഇതുപ്രകാരം കേന്ദ്ര സുന്നി വഖഫ് ബോർഡിന് 5 ഏക്കർ ഭൂമി കേന്ദ്ര സർക്കാരോ ഉത്തർപ്രദേശ് സർക്കാരോ നൽകണമെന്ന് ഉത്തരവിട്ടു. 2020 ഫെബ്രുവരി 24 സംസ്ഥാന സർക്കാർ നൽകിയ ഭൂമി സ്വീകരിച്ചതായി സുന്നി വഖഫ് ബോർഡ് വ്യക്തമാക്കി. ബാബറി മസ്ജിദ് ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് 25 കിലോമീറ്ററിനുള്ളിൽ വരുന്ന അയോധ്യയിലെ ദാനിപൂർ ഗ്രാമത്തിലായിരുന്നു ഈ സ്ഥലം. ഇൻഡോ ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷനാണ് മസ്ജിദ് നിർമ്മിക്കാൻ വേണ്ടി തയ്യാറായത്. വളരെ വ്യത്യസ്തമായ ഡിസൈൻ കൊണ്ട് തന്നെ പുതിയ മസ്ജിദിന്റെ രൂപരേഖ പെട്ടെന്ന് തന്നെ ശ്രദ്ധ പിടിച്ചുപറ്റി. മസ്ജിദ് ഇ അയോധ്യ എന്ന പേരിലായിരുന്നു രൂപരേഖ തയ്യാറാക്കിയത്. ആശുപത്രി, സാമൂഹിക അടുക്കള, ലൈബ്രറി, ഗവേഷണ കേന്ദ്രം തുടങ്ങിയവയും മസ്ജിദിൽ ഉൾപ്പെട്ടിരുന്നു. എന്നാൽ പല കാരണങ്ങളാൽ നിർമ്മാണത്തിന്റെ ആദ്യ പടി പോലും ആരംഭിച്ചിട്ടില്ല. അതിലൊരു പ്രധാന കാരണം പള്ളിയുടെ ഈ രൂപരേഖ തന്നെയായിരുന്നു. ആദ്യം തയ്യാറാക്കിയ രൂപരേഖ മസ്ജിദ് പോലെ തോന്നിക്കുന്നില്ലെന്ന വിശ്വാസികളുടെ അഭിപ്രായം മാനിച്ച് പുതിയൊരു രൂപകൽപ്പന തയ്യാറാക്കി. പൂനെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇമ്രാൻ ഷെയ്ഖ് തയ്യാറാക്കിയ മസ്ജിദിന്റെ പുതിയ രൂപകൽപ്പന 5 മിനാരങ്ങളും ചന്ദ്രക്കലയുമുള്ള രീതിയിലാണ് തയ്യാറാക്കിയത്. മസ്ജിദിന്റെ പഴയ പേര് മാറ്റി മുഹമ്മദ് ബിൻ അബ്ദുള്ള എന്ന പേരിടാനാണ് നിലവിൽ കമ്മിറ്റി തീരുമാനിച്ചത്. അതേസമയം നേരത്തെയുള്ള മസ്ജിദിന്റെ രൂപരേഖയിൽ ഉൾപ്പെട്ടവയെല്ലാം തന്നെ പുതിയ മസ്ജിദിലും ഉണ്ടാകുമെന്നാണ് കമ്മിറ്റി അറിയിക്കുന്നത്. രണ്ടാമതായി അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം ഫണ്ട് ശേഖരണമാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ 1 കോടി രൂപയ്ക്കടുത്ത് മാത്രമാണ് മസ്ജിദിന് വേണ്ടി സംഭാവന ഇനത്തിൽ ലഭിച്ചത്. സംഭാവന ഇനത്തിൽ പ്രതീക്ഷിച്ച തുക ലഭിക്കാതെ വന്നതോടെ ആശുപത്രിയും മ്യൂസിയവും ഗവേഷണ കേന്ദ്രവുമെല്ലാം ഉപേക്ഷിക്കാൻ കമ്മിറ്റി നിർബന്ധിതരായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തൽക്കാലം പള്ളിയുടെ നിർമ്മാണം മാത്രമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനത്തിലാണ് നിലവിൽ കമ്മിറ്റി. നിലവിൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ നിയന്ത്രണ നിയമപ്രകാരം വിദേശ ഫണ്ടിന് വേണ്ടി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അനുമതി ആവശ്യപ്പെട്ടിരിക്കുകയാണ് കമ്മിറ്റി. രാജ്യത്തിനകത്തു നിന്ന് കാര്യമായ സംഭാവനകൾ ലഭിക്കുന്നില്ലെന്നാണ് കമ്മിറ്റി അംഗങ്ങൾ തന്നെ പറയുന്നത്. രാജ്യത്തെ മുസ്ലിം വിഭാഗത്തിന് സംഘപരിവാർ നൽകിയൊരു മുന്നറിയിപ്പായിരുന്നു ബാബറി എന്ന് നിരവധി ചരിത്രകാരന്മാർ വിലയിരുത്തിയിട്ടുണ്ട്. വർഷങ്ങൾക്കിപ്പുറം അവർക്കത് വൈകാരികമായി തന്നെ തുടരുന്നുമുണ്ട്. എന്തുകൊണ്ട് പുതിയ പള്ളിക്ക് പിന്തുണ ഇല്ല എന്നതിനുള്ള ഉത്തരവും ഈ വൈകാരികതയാണ് എന്നാണ് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത്. ബാബറി തകർത്തുകൊണ്ട് സംഘപരിവാർ കാട്ടിയ അനീതിക്ക് ഒരു പരിഹാരമെന്നതാണ് രാജ്യത്തെ മുസ്ലിങ്ങളുടെ വികാരമെന്നും മറ്റൊരു പള്ളിയല്ല പരിഹാരമെന്നുമാണ് ഇതിനു മറുപടിയായി മതപണ്ഡിതർ തന്നെ അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് പുതിയ പള്ളി നിർമ്മിക്കാൻ ഇസ്ലാം മതവിശ്വാസികൾക്കിടയിൽ നിന്ന് പോലും പണം ലഭിക്കാത്തതിന് കാരണമെന്നും സാമൂഹ്യ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു. ഉത്തർപ്രദേശ് സർക്കാർ മസ്ജിദ് പണിയുന്നതിൽ സഹകരണം നൽകാത്തതും നിർമ്മാണം നീണ്ടുപോകുന്നതിനുള്ള മറ്റൊരു കാരണമാണ്. മസ്ജിദിന്റെ രൂപകൽപ്പനകൾ അയോധ്യ വികസന അതോറിറ്റിക്ക് നൽകിയെങ്കിലും അവർ ഓൺലൈൻ മുഖാന്തരം അപേക്ഷ നൽകണമെന്ന് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ഓൺലൈനിൽ അപേക്ഷ സമർപ്പിച്ചപ്പോഴാകട്ടെ വിവിധ വകുപ്പുകളിൽ നിന്നുള്ള NOC വേണമെന്നും ആവശ്യപ്പെടുന്നു. 1 വർഷത്തോളം ഇതിനു വേണ്ടി കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ടെന്നാണ് കമ്മിറ്റി അംഗങ്ങൾ പറയുന്നത്. എന്നാൽ ഈ രീതിയിലായിരുന്നില്ല ക്ഷേത്ര കമ്മിറ്റിയോട് സർക്കാർ പെരുമാറിയതെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇവയെല്ലാം കൂടാതെ തന്റെ സ്ഥലത്താണ് മസ്ജിദ് പണിയാൻ അനുവദിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് ഡൽഹി നിവാസിയായ റാണി പഞ്ചാബിയും രംഗത്തെത്തിയിട്ടുണ്ട്. ഭൂമി തിരികെ വേണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിക്കുമെന്നാണ് ഈ യുവതി പറയുന്നത്. ഇത്തരത്തിൽ പല സമ്മർദ്ദങ്ങളാലും മസ്ജിദ് നിർമ്മാണം തുടങ്ങിയിട്ടില്ലെന്ന് മാത്രമല്ല, മസ്ജിദിന് വേണ്ടി ലഭിച്ച ഭൂമി കാടുപിടിച്ച് കിടക്കുകയാണ്. നിർമ്മാണം പൂർത്തിയായി ആരാധന തുടങ്ങാൻ ഇനിയും വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരുമെന്ന് സാരം.